മിൻ അഗാനി റുആത്ത്, ആട്ടിടയന്മാരുടെ ഗാനങ്ങൾ. അബുൽ ഖാസിം അഷാബി എഴുതിയ ഒരു കവിതയാണിത്. ഇതൊരു നീളമുള്ള കവിതയാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെയുള്ളത്. അക്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നാഇസ, ഉറങ്ങുന്ന ജീവിതത്തിലേക്ക് പാട്ടുപാടിക്കൊണ്ട് പ്രഭാതം ആഗതമായി. വർറുബ തഹലുമുഫി ലിൽ ഹുസൂനിൽ മാഇസ, ചാഞ്ഞു നിൽക്കുന്ന മരക്കമ്പുകൾക്കടിയിൽ കുന്നുകൾ സ്വപ്നം കാണുകയാണ്. വസ്വബ തുർക്കിസു ഔറാഖ സുഹൂരിൽ യാബിസ, തെക്ക് നിന്നും വീശിയടിക്കുന്ന കാറ്റ് ഉണങ്ങിയ ഇലകളെയും ഉണങ്ങിയ പൂക്കളുടെ ദളങ്ങളെയും നൃത്തം ചെയ്യിക്കുന്നു. വതഹാദൻ നൂറു ഫി തിൽക്കൽ ഫിജാജി ദാമിസ, ഇരുളടഞ്ഞ ആ മലമ്പാതകളിലേക്ക് സൂര്യപ്രകാശം അരിച്ചു വരികയാണ്. അക്ബല സുബ്ഹു ജമീലൻ യംല ഉൽ ഉഫുഖ ബഹാഹു, ചക്രവാളങ്ങളിൽ അതിൻ്റെ ശോഭ, അതിൻ്റെ സൗന്ദര്യം നിറച്ചുകൊണ്ട് പ്രഭാതം ആഗതമായി. ഫതമത്ത സഹർ വത്തൈറു വ അംവാജുൽ മിയാഹ്, പക്ഷികളും പൂക്കളും തിരമാലകളും ചലിക്കാൻ തുടങ്ങി. ഖദ് അഫാഖൽ ആലമുൽ ഹയ്യു, ജീവനുള്ള ലോകം ഉണർന്നിരിക്കുന്നു. വഗന്നാലിൽ ഹയാത്തി, ജീവിതത്തിലേക്കത് പാട്ടുപാടാൻ തുടങ്ങി. എല്ലാവരും അവരവരുടെ ജോലികളിൽ വ്യാപൃതരാകാൻ തുടങ്ങി. ഫഅഫീഖി യാ ഖിറാഫി വഹലുമ്മി യാ ശിയാ, എൻ്റെ ആടുകളെ നിങ്ങളും ഉണരൂ. വഹലുമ്മി യാ ശിയാ, നിങ്ങളും വരൂ. വത്ബിഈനി യാ ശിയാഹി ബൈന അസ്റാബി തുയൂർ, എൻ്റെ കൂടെ വരൂ, എന്നെ പിന്തുടർന്ന് വരൂ. ബൈന അസ്റാബി തുയൂർ, പക്ഷിക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമുക്ക് പോകാം. വംല ഇൽ വാദി സുഹാഅൻ വാമിറാഹൻ വാഹുബൂർ, നിങ്ങൾ നിങ്ങളുടെ കലപില ശബ്ദങ്ങൾ കൊണ്ട്, നിങ്ങളുടെ കരച്ചിലുകൾ കൊണ്ട് വാദിയെ സന്തോഷമുള്ളതും ആഘോഷപൂരിതവുമാക്കൂ. വാദി താഴ്വര. വസ്മഇ ഹംസസ്സവാഖി വൻഷിഖി ഇത്രസുഹൂർ, ജലചക്രത്തിൻ്റെ മർമ്മര ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കൂ. വൻഷിഖി ഇത്രസുഹൂർ, പൂക്കളുടെ സുഗന്ധങ്ങൾ നിങ്ങൾ ആസ്വദിക്കൂ. അസ്സവാഖി ജലചക്രങ്ങൾ, വാട്ടർ വീൽസ്. വൻലുരിൽ വാദി യുഗശീഹിൽ ലുബാബുൽ മുസ്തനീർ, തിളങ്ങുന്ന പ്രകാശിക്കുന്ന മേഘങ്ങൾ മൂടി നിൽക്കുന്ന വാദിയെ നിങ്ങൾ നോക്കൂ. താഴ്വരയെ നിങ്ങൾ നോക്കൂ. രാവിലത്തെ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന മേഘങ്ങളാൽ മൂടിക്കിടക്കുന്ന വാദിയെ, ആ മൂടൽമഞ്ഞ് പോലെ മൂടിക്കിടക്കുന്ന വാദിയെ നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ എന്ന് പറയുകയാണ് ആട്ടിടയൻ തൻ്റെ ആടുകളോട്. തഅരീഫ് ഷാഇർ, ഷാഇറിനെ കുറിച്ച്. അബുൽ ഖാസിം അഷാബി 1909 മുതൽ 1934 വരെ മാത്രം ജീവിച്ചിരുന്ന ഒരു കവിയാണ് അദ്ദേഹം. ഷാഇറുൻ തൂനിസിയുൻ, ഒരു ടുണീഷ്യൻ കവിയാണ്. മിൻ അഹദി റുവാദി ഷിഅരി ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കവികളിലെ ഒരു പയനിയറാണ് അദ്ദേഹം. വയുഅ്തബറു ഐളൻ അൽ ജിസ്റു ബൈനൽ ഗർബി വശർഖി, പടിഞ്ഞാറിനും കിഴക്കിനുമിടയിലുള്ള ഒരു പാലമായിട്ട് അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. ലുഖ്ബ ബി ഷാഇറുൽ ഹളറ, ഷാഇറുൽ ഹളറ, പച്ചപ്പിൻ്റെ കവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വഹാദ യർജിഉ ഇലാ മൗലിദിഹി തൂനിസ് അൽ ഹളറ ഇൽ മുത്തമയ്യിസ, ഇത് അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ദേശമാണ്, ടുണീഷ്യയാണ്, പച്ചപിടിച്ച ടുണീഷ്യ. അൽ മുത്തമയ്യിസ ബി ജമാലി ത്വബീഅതിഹ അൽ ഖല്ലാബ, ആകർഷകമായ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്താൽ വ്യതിരിക്തമായ ആ ടുണീഷ്യ, ആ തൻ്റെ നാടാണ് അദ്ദേഹത്തിൻ്റെ ഈ ലഖബിന്, ഈ പേരിന് കാരണം, ഷാഇറുൽ ഹളറ എന്ന പേരിന് കാരണം. ഖലഫ ഷാബി അൽ കസീറ മിനൽ അഷ്ആരില്ലത്തി മാസാലത്ത്, ഖലഫ ഷാബി അൽ കസീറ മിനൽ അഷ്ആർ, ഷാബി ധാരാളം കവിതകൾ നമുക്ക് ഇട്ടേച്ചു പോയി. അല്ലത്തി മാസാലത്ത് തുശക്കിലു അഹമ്മിയത്തൻ കബീറത്തൻ ജിദ്ദൻ ലിദ്ദവാവീനി, അത് വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ലിദ്ദവാവീനി വൽ ഖസായിദ് ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കവിതാ സമാഹാരങ്ങളിലും ആധുനിക കവിതകളിലും വളരെ പ്രാധാന്യമുള്ള കവിതകൾ അദ്ദേഹം നമുക്ക് വേണ്ടി അനന്തരമായി നമുക്കിവിടെ ഇട്ടേച്ചുകൊണ്ട് അദ്ദേഹം മറഞ്ഞുപോയി. ഖല്ലദത്തിൽ യോമിനഹാദ, അത് ആ കവിതകൾ, അദ്ദേഹത്തിൻ്റെ ആ കവിതകൾ ഇന്നും നിലനിൽക്കുന്നു. വളരെ വായിക്കപ്പെടുന്ന കവിതകളായിക്കൊണ്ട് ഇന്നും അത് നിലനിൽക്കുന്നു. മാനിൽ മുഫ്രദാത്ത് അൽ അഫ്കാറു റഈസിയ ഫി ഹാദിഹിൽ ഖസീദത്തി, ഈ കവിതയിൽ യതഫാഅലു ഷാഇറു മഅ ത്വബീഅ, കവി പ്രകൃതിയെ
എന്ത് ചെയ്യുന്നു, ശുഭാപ്തി വിശ്വാസത്തോടെ കാണുന്നു. അതാണ് യതഫാഅലു. വയു അബ്ബിറു എജാബഹു, അദ്ദേഹം തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു. ബിഹ, പ്രകൃതിയോടുള്ള തൻ്റെ ഇഷ്ടത്തെ അദ്ദേഹം ഈ കവിതയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. വയസിഫു ഷായർ വഖ്ത ഇക്ബാലി സ്വബാഹി, പ്രഭാതത്തിൻ്റെ ആ വരവിൻ്റെ സമയത്തെയാണ് കവി ഇതിൽ വർണ്ണിക്കുന്നത്. വാസറഹു അല തൊബിയത്തി, പ്രകൃതിയിൽ അതിനുണ്ടാകുന്ന സ്വാധീനങ്ങളും. വയ്യദ് ഷായറു ഷിയാഹു, ഷായർ തൻ്റെ ആടുകളെ വിളിക്കുന്നു. ലി മുഷാറക്കത്തി ഫിൽ ഫറഹി വസുറൂർ, ആനന്ദത്തിൽ പങ്കുചേരാൻ. ഷർഹുൽ അബിയാത്ത്, ബൈത്തുകളുടെ അർത്ഥങ്ങൾ. ജാ അസ് സുബ്ഹു യഹ്മിലുൽ ഫറഹ, സന്തോഷവും വന്നശാത്ത്, ഉന്മേഷവും കൊണ്ട് പ്രഭാതം വന്നു. മുഖ്ബിറൻ വിലാദത്ത് യോമിൻ ജദീദിൻ, പുതിയൊരു ദിവസത്തിൻ്റെ ജനനത്തെ അറിയിച്ചുകൊണ്ട്. ജാ അ മുഗന്നിയം ബിമാ ഫീഹി മിൻ തുയൂരിൻ വസുഹൂരിൻ, പക്ഷികൾക്കും പൂക്കൾക്കുമൊക്കെ പാട്ടുപാടിക്കൊണ്ട് പ്രഭാതം വന്നു. ഫഅയ്ഖല ഹാദിഹിൽ ഹയാത്തല്ലത്തി കാനത്ത് തുഗത്ത ഫിന്നൗം, ഗാഠനിദ്രയിൽ മുഴുകിയിരിക്കുന്ന ലോകത്തെ, ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് അത് ഉണർത്തി, പ്രഭാതം ഉണർത്തി. വഫീ ലഹലത്തി ഇഖ്ബാലിഹി, പ്രഭാതം വരുന്ന സമയത്ത്. വുജിദ റുബാ തഹ്ലും അഹ്ലാമൻ സഈദത്തൻ ഫീ ദില്ലിൽ ഗുസൂനിൽ മുതമായില, ചാഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾക്കടിയിൽ കുന്നുകൾ സ്വപ്നം കാണുകയായിരുന്നു, സന്തോഷകരമായ സ്വപ്നങ്ങൾ. അമ്മാ റിയാഹ സ്വിബ കാനത്ത് തുഹരിക്കു ഔറാഖ സുഹൂരി യാബിസത്തി, തെക്കുനിന്ന് വരുന്ന തെക്കൻ കാറ്റ്. കാനത്ത് തുഹരിക്കു ഔറാഖ സുഹൂരി യാബിസ, ഉണങ്ങിയ പൂക്കളുടെ ഇലകളെ അത് നൃത്തം ചെയ്യിക്കുന്നു. അത് തുഹരിക്കു മീൻസ് ഇളക്കുന്നു. തുർക്കി സുഹ, അതിനെ നൃത്തം ചെയ്യിക്കുന്നു. കാറ്റത്ത് കരിയിലകൾ ആടുമ്പോൾ അതൊരു നൃത്തം ചെയ്യുന്നത് പോലെ തോന്നുകയാണ് കവിക്ക്. അല അൻഗാമി സ്വബാഹി, പ്രഭാതത്തിൻ്റെ പാട്ടുകൾക്കനുസരിച്ച് അത് നൃത്തം ചെയ്യുന്നു. ഇല അൻ ലഹറ നൂറു ശംസി റുവൈദൻ, സൂര്യപ്രകാശം പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ അല്പാൽപമായി വരികയാണ്. ഫിത്തുറുക്കിൽ മുദലിമത്ത് ബൈനൽ ജിബാൽ, മലകൾക്കിടയിലൂടെയുള്ള വഴികളിലേക്ക് സൂര്യപ്രകാശം പതിയെ വരികയാണ്. ജാ അസുബുഹുൽ ജമീലു അൽ മുഷ്രിഖ്, ഭംഗിയുള്ള തിളങ്ങുന്ന പ്രഭാതം ആഗതമായി. യംല ഉൽ ഉഫുക്ക, അത് ചക്രവാളത്തെ നിറക്കുന്നു. ഹസനഹു വലിയാഹു, അതിൻ്റെ പ്രകാശവും അതിൻ്റെ സൗന്ദര്യവും. ഫസ്തേ കലത്ത് തൊബി അത്തുമിൻ നൗമിഹ, അങ്ങനെ പ്രകൃതി അതിൻ്റെ ഉറക്കിൽ നിന്നും ഉണർന്നു. വതമദ്ദദത്തി സുഹൂർ വത്തുയൂർ വ അംവാജുൽ മിയാഹി, തിരമാലകളും പക്ഷികളും പൂക്കളും ഒക്കെ ചലിക്കാൻ തുടങ്ങി പ്രഭാതമായപ്പോൾ, ഉണർന്നപ്പോൾ. കല്ലദി ഇസ്തേ കലമിൻ ഗഫ്വതിഹി യതമദ്ദദു ലി ഇസാലത്തി അസരി നൗമി, ഉറക്കിൽ നിന്നും എഴുന്നേറ്റവൻ തൻ്റെ ഉറക്കച്ചടവ് മാറ്റാൻ വേണ്ടി കൈകാലുകൾ നീട്ടുന്നത് പോലെ, അല്ലേ, മൂരിന്ന് വരിക എന്ന് പറയില്ലേ, അതുപോലെയുണ്ട് ഈ പക്ഷികളും പൂക്കളും തിരമാലകളൊക്കെ പ്രഭാതത്തിൽ ഇളകുന്നത്, ചലിക്കുന്നത് കാണുമ്പോൾ. വഖദിസ്തേഖലത്തിൽ കായിനാത്തുൽ ഹയ്യത്ത്, ജീവനുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ഉണർന്നിരിക്കുന്നു. വസ്തഖബലത്ത് ബിൽ ബിശ്രി യൗമൻ ജദീദൻ, സന്തോഷത്തോടെ അവ പുതിയ ജീവിതത്തെ വരവേറ്റു. ഫറക്കത്ത് ഫീഹിൽ മൗത്തൽ യൗമിയൽ മുതവാസില, ദൈനംദിനമായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന മരണത്തോടവർ വിട ചൊല്ലി, മീൻസ് ഉറക്കത്തോടവർ വിട ചൊല്ലി, അന്നത്തെ ഉറക്കത്തോടവർ വിട വാങ്ങി. ഫഅമറ ഷാഇറു ഖിറാഫഹു, കവി തൻ്റെ ആടുകളോട് കൽപ്പിച്ചു. ബി അൻ തൻഹല, ഉണരാൻ വേണ്ടി, എല്ലാവരും ഉണർന്നു, നിങ്ങളും ഉണരൂ. ലിതുഷാരിക്കൽ ഹയാത്ത ഫിൽ ആലമി, ഈ ലോകത്തെ ജീവിതത്തിലേക്ക് പങ്കുചേരാൻ വേണ്ടി ആടുകളെ നിങ്ങളും ഉണരൂ എന്ന് കവി കൽപ്പിച്ചു ആടുകളോട്. അല്ലദീ ഇസ്തേഖല വഗന്നാലിൽ ഹയാത്തിൽ ജമീലത്തി, മനോഹരമായ ഈ ജീവിതത്തിലേക്ക് ഉണർന്ന് ആ ജീവിതത്തോട് പാട്ടുപാടാൻ തുടങ്ങിയ ലോകത്തിലേക്ക് നിങ്ങളും ചേരൂ എന്ന് കവി അവരോട് പറഞ്ഞു. അറായിയ തമന്ന മിൻ അൻഗാമി, ഈ കവി ഇവിടെ താൻ ആട്ടിടനായി ഒരു പരകായ പ്രവേശം നടത്തുകയാണ്. അറായിയ തമന്ന മിൻ അഗ്നാമിഹി, റായി തൻ്റെ ആടുകളിൽ നിന്നും ആഗ്രഹിക്കുന്നു. അൻ തത്തബി അഹു, അവനെ പിന്തുടരാൻ. ബൈന അസ്രാബി തുയൂറി ത്വാഇറത്തി ഫൗക്കൽ അർളി, ഭൂമിക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾക്കിടയിലൂടെ അവനെ പിന്തുടരാൻ. ഔ ഖരീബ മിൻഹ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുകൂടെ അവനെ പിന്തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നു ഈ കവി തൻ്റെ ആടുകൾ. അറാദഹുന, ഇവിടെ അറാദഹുന അൻ യുബയ്യിന ഫറഹത്ത റായി, കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫറഹത്ത റായി, റായിയുടെ ഫറഹത്ത്. വഖതീഇഹി, റായിയുടെ ആടുകളുടെയും ഫറഹത്ത്, സന്തോഷത്തെ വിവരിക്കാനാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. വകാന്നഹു യതീറു മാ തൊയൂർ, അവൻ ആട്ടിടയൻ
പക്ഷികളോടൊപ്പം പറക്കുന്നത് പോലെയാണ് ആ സന്ദർഭത്തിൽ. വയത്തലുബു റായി മിൻ ഷിയാഹിഹി, റായി തൻ്റെ ആടുകളോട് ആവശ്യപ്പെടുന്നു, അൻ തുസീഹ ഹത്ത തംല അൽ വാദിയ ഫറഹം വസആദത്തൻ, അൻ തുസീഹ ശബ്ദമുണ്ടാക്കാൻ, കരയാൻ, ഹത്ത തംല അൽ വാദിയ ഫറഹം വസആദത്തൻ, അങ്ങനെ ആ ശബ്ദങ്ങൾ കൊണ്ട് ആ താഴ്വര സന്തോഷം നിറയാനും, ലി അന്നഹു യുഹിബ്ബു ദാലിക കുല്ലഹു, കാരണം അവൻ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നു. വയഉമുറുഹ ബി അൻ തസ്മഅ സൗത്ത ജറിയാനിൽ മാഇ ഫി സവാഖി, ജലചക്രങ്ങളിൽ തട്ടിത്തിരിയുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ആടുകളോട് അവൻ ആവശ്യപ്പെടുന്നു. വ അൻ തശുമ്മ റവാഇഹൽ അത്റത മിന സുഹൂരി, പൂക്കളിൽ നിന്നും വമിക്കുന്ന സുഗന്ധം ആസ്വദിക്കാനും ആടുകളോട് ആവശ്യപ്പെടുന്നു. കമ അമറഹ, അവൻ അവയോട് ആവശ്യപ്പെടുന്നു, ബി അൻ തതഅമ്മല ഫി ജമാലി മൻദറിൽ വാദി, ഈ വാദിയിലെ കാഴ്ചയുടെ സൗന്ദര്യം, ആ കാഴ്ചയുടെ ആ മനോഹാരിതയെക്കുറിച്ച് ആലോചിക്കാനും ആടുകളോട് ആവശ്യപ്പെടുന്നു. വഖദ് ഖത്താഹുൽ ലുബാബു, ഏത് വാദിയാണ്, ഏത് താഴ്വരയാണ്, അതിനെ ലുബാബുൽ മുളിയു, അതിന് തിളങ്ങുന്ന പ്രകാശിക്കുന്ന മേഘങ്ങൾ മൂടിയ ആ വാദി. കശംസില്ലത്തി തംല ഉൽ വാദി ബിനൂരിഹ, ആ മേഘങ്ങൾ സൂര്യനെപ്പോലെ തിളങ്ങുന്ന ആ മേഘങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ആടുകളോട് ഇവൻ ആവശ്യപ്പെടുകയാണ്. അത്തഹലീലു അത്തസബുഖ്, അസുബുഹ് യുഗന്നി എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാതം പാട്ട് പാടും. പ്രഭാതം ശരിക്കും പാട്ട് പാടുമോ? അസുബുഹു ഫിൽ ഹഖീഖത്തിലാ യുഗൻ, ഈ കവിതയുടെ ആശയം, കവിതയുടെ വാക്കർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, അസുബുഹ് ഫിൽ ഹഖീഖത്തിലാ യുഗന്നി, യഥാർത്ഥത്തിൽ പ്രഭാതം പാട്ട് പാടുകയില്ല. ഫഹിയ ഇസ്തേമാൽ മജാസിയൻ, അതൊരു മജാസിയായ പ്രയോഗമാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത, ചെയ്യാത്ത കാര്യങ്ങളെ കവിതയിലും കഥയിലും മറ്റും എന്ത് ചെയ്യും, മജാസിയായിട്ട് അവതരിപ്പിക്കും. അതായത് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കും. അതിനാണ് മജാസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ അസുബുഹ് യുഗന്നി എന്ന് പറയുന്ന പദം മജാസിയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ വഫി റുബ തഹലും റുബ, കുന്നുകൾ എന്ത് ചെയ്യുന്നില്ല, കുന്ന് സ്വപ്നം കാണോ? ഇല്ല, മനുഷ്യനാണ് സ്വപ്നം കാണാം അല്ലേ, പക്ഷേ അങ്ങനെ മജാസിയായിട്ട് പറഞ്ഞു, അതും മജാസാണ്. വസ്തഖ്രിജ് മിനൽ അബിയാത്തിൽ ഇസ്തിമാലത്തിൽ മജാസിയത്ത്, ഇതേപോലുള്ള മജാസ് കവിതയിൽ നിന്ന് കണ്ടെത്തുക. അസ്വബ തുർക്കിസ്, കാറ്റ് നൃത്തം ചെയ്യിക്കുന്നു. കാറ്റ് യഥാർത്ഥത്തിൽ നൃത്തം ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്, ഇളക്കുകയാണല്ലേ. അപ്പോൾ അതിനെ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി, അങ്ങനെ നൃത്തം ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലുള്ള വാക്കുകൾ ഇതിൽ ഇനിയും ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നോക്കി കണ്ടുപിടിക്കുക. ഇനി വക്കുല്ലും മിനൽ അബിയാത്തി തർസുമോ അമാമന സൂറത്തം ഫി ഇതാരിൻ, ഒരു ഫ്രെയിമിൽ ഒരു ചിത്രം നമുക്ക് വരച്ചു തരികയാണ് ഇവിടെയുള്ള ഓരോ വരികളും. വത്തുറക്കി ബഹാദി ഹിസ്സുവർ കുല്ലഹ വത്തുഅത്തിലന സൂറത്തം മുറക്കബത്തൻ മുത്തസൽസിലത്തൻ, അതൊരു ചിത്രം നമുക്ക് തരികയാണ്. വതഹ്തവിൽ ഖസാഇദു ഇബാറാത്തിൻ തുഷീറു ഇലൽ ഹർകാത്തി വസ്സകനാത്തി വന്നൂരി വല്ലലാലി സൗത്ത്, ഇവയൊക്കെ അറിയിക്കുന്ന വരികളാണ് ഇതിലുള്ളത്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഇസ്തഖ്രിജ് മിനൽ അബിയാത്തി മിസ്ലാദിൽ അൽ ഇസ്തിയാബ്. കൈഫ യഖ്ബിലു സുബ്ഹ്, എങ്ങനെയാണ് പ്രഭാതം വരുന്നത്? യഖ്ബിലു സുബ്ഹു യുഗന്നി, പാട്ട് പാടിക്കൊണ്ടാണ് പ്രഭാതം വരുന്നത്. മാതാ യഅമലു റുആത്തു ഫി വഖ്തിൽ ഫജ്രി, പ്രഭാതത്തിൻ്റെ സമയത്ത് ആട്ടിടയന്മാർ എന്താണ് ചെയ്യുക? എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഇന്നഹും യൂഖിലു ഷിയാഹും, അവരുടെ ആടുകളെ ഉണർത്തും. വ യുഖ്രിജു ബിഹിം ഇലൽ മറായി, മറായി മീൻസ് മേച്ചിൽപ്പുറങ്ങൾ. അവയെയും കൊണ്ട് എങ്ങോട്ടേക്ക് പുറപ്പെടും? മേച്ചിൽപ്പുറങ്ങളിലേക്ക് പുറപ്പെടും. മത്തായി അർജി റായി ബി ഷിയാഹിഹി ഇലൽ ഹൈ, എന്നിട്ട് എപ്പോഴാണ് റായി മേച്ചിൽപ്പുറങ്ങളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? എപ്പോഴാണ് തിരിച്ച് തൻ്റെ താമസ സ്ഥലത്തേക്ക് വരുന്നത്? യർജിയോ ഫിൽ മസായി, വൈകുന്നേരമാണ് മടങ്ങി വരുന്നത്. മസത്തുറല്ലതി അജബക കസീറൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ് ഇതിൽ, ഈ കവിതയിൽ? ഫതമത്തു സഹർ വത്തൈർ വ അംവാജുൽ മിഹാഹി ഇലാമ യുഷീറു ഹാദൽ ബൈത്ത്, ഈ വരി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ വരി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതായത് പക്ഷികളും ഇതൊക്കെ ചലിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത്. യുഷീറുയില നുഹൂദിൽ അഷ്യായി, നുഹൂദിൽ കായിനാത്തിൽ ഹയ്യത്തിലെ ജീവജാലങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ ഇസ്തിഖാദിൽ കായിനാത്തിൽ ഹയ്യത്ത്, ജീവജാലങ്ങളുടെ ഇസ്തിഖാദിലേക്ക് മീൻസ് ഉണരലിലേക്ക്, ഉറക്കം ഉണരുന്നതിലേക്കാണ്
ഉറക്കമുണരുന്നതിനെയാണ് ഈ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത്. മൽമആനി അൽ മുറക്കസിയത്തിൽ മൽദൂം, ഈ മൽദൂമത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? അത് ഒരു പ്രകൃതി ഭംഗിയും പിന്നെ എന്താണ് പ്രകൃതിയോട് ഉള്ള മനുഷ്യൻ്റെ പ്രഭാതത്തിലുള്ള ഉണർവും അല്ലേ, അതൊക്കെയാണ് ഇതിലുള്ളത്. അല്ല ചിത്രത്തിൽ ഇതൊന്നും നോക്കണ്ടായി. ഓക്കെ, ഇത്രയുമാണ് ഈ കവിതയിലുള്ളത്.